മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. അതിൽ നമ്മളതിൻ്റെ ഫസ്റ്റ് പോർഷൻ പറഞ്ഞു കഴിഞ്ഞു. ഗ്യാസ് ലാസ്, വാതക നിയമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 3 നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ലാസ്, അതായത് ബോയിൽസ് ലാ, ചാൾസ് ലാ, അവഗാഡ്രോസ് ലാ. അതായത് ഗ്യാസസിൻ്റെ വോളിയവും പ്രഷറും, മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നത് ബോയിൽസ് ലാ. ഇനി അതിൻ്റെ വ്യാപ്തവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നത് ചാൾസ് ലാ. മൂന്നാമത് അവഗാഡ്രോസ് ലാ, വാതകങ്ങളുടെ വ്യാപ്തവും നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നതാണ് അവഗാഡ്രോസ് ലാ. ഇത് മൂന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ എൻ്റെ അടുത്ത പോർഷൻ, അതായത് മോൾ കൺസെപ്റ്റ്, മോൾ സങ്കല്പന എന്ന ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ആറ്റങ്ങളെന്ന് പറയുന്നത് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണെന്ന് നമുക്കറിയാം. എല്ലാ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും മൈന്യൂട്ട് പാർട്ടിക്കിൾസാണ് ആറ്റംസ്. ഈ ആറ്റംസിനെ നമുക്ക് അതിൻ്റെ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമോ, അല്ലെങ്കിൽ അതിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത്. അതായത് ഹൗ ഈസ് ദ നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റഡ്. മോളിക്യൂൾസ്, ആറ്റംസ് എന്നതൊക്കെയാണ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ഈ മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ മാസും അതിൻ്റെ നമ്പേഴ്സും ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെ കണക്കാക്കും. അപ്പോൾ അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ലാ, അവഗാഡ്രോസ് ലാ എന്താണ് പറയുന്നത്? when the temperature and pressure remain constant, അതായത് താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ എന്താണ്, the volume of a fixed mass of gas is directly proportional to its number of molecules. അതായത് താപനിലയും മർദ്ദവും സ്ഥിരമായിരുന്നാൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം അതിൻ്റെ തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് അവഗാഡ്രോസ് ലായിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ വിച്ച് ഫാക്ടർ ഡസ് ദ വോളിയം ഓഫ് ഗ്യാസ് ഡിപ്പെൻഡ്? ഒരു വാതകത്തിൻ്റെ വോളിയത്തിന് ഏത് ഫാക്ടറാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവഗാഡ്രോസ് ലായിൽ? അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോളിക്യൂൾസും വാതകത്തിൻ്റെ വോളിയവും തമ്മിലുള്ള റിലേഷനാണ് അവഗാഡ്രോസ് ലായിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, അടുത്ത പേജിലേക്ക് നോക്കൂ. യു നോ ദാറ്റ് ദ സൈസ് ഓഫ് എ മോളിക്യൂൾ ഈസ് വെരി സ്മാൾ. അപ്പോൾ മോളിക്യൂൾസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ വി ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ സബ്സ്റ്റൻസ് ആക്യുറേറ്റ്ലി? ഒരു സബ്സ്റ്റൻസിലെ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കൃത്യമായി നമുക്കത് കണക്കാക്കാൻ കഴിയുമോ? ഹൗ മെനി പീപ്പിൾ ആൻഡ് ഹൗ മച്ച് ടൈംസ് ആർ നീഡഡ് ഫോർ കൗണ്ടിങ് ദ സെയിം ടൈപ്പ് ഓഫ് കോയിൻസ് ഇൻ എ ബാങ്ക് ഓർ ലൈക്ക്? നമുക്കറിയാം ബാങ്കുകളിലൊക്കെ കോയിൻസൊക്കെ ഒരുപാട് വന്നു ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് ഈ ഒരുപാട് കോയിൻസൊക്കെ എങ്ങനെയാണ് അവർ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ എമൗണ്ട്? ഫോർ എക്സാമ്പിൾ, ഇമാജിൻ ഹൗ മച്ച് ടൈം ഈസ് നീഡഡ് ഫോർ കൗണ്ടിങ് ദ കോയിൻസ്. അപ്പോൾ അത്രയധികം കോയിൻസ് ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് സമയം എടുക്കും അത് കൗണ്ട് ചെയ്ത് എണ്ണി തീരാനായിട്ട്. അപ്പോൾ സപ്പോസ് ദ സൈസ് ഓഫ് ദ ആൻഡ് ദ മാസ് ആർ സെയിം. എന്നാൽ എല്ലാ കോയിൻസിൻ്റെയും സൈസും മാസും ഒരുപോലെയാണെങ്കിൽ വർത്ത് 10 lakhs, അത് 10 ലക്ഷം വരെയുള്ള കോയിൻസിന് അത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതിൻ്റെ സൈസും മാസും ഒരേപോലെയാണെങ്കിൽ. ഇഫ് ദ മാസ് ഓഫ് എ കോയിൻ ഈസ് 5 gram, ഒരു കോയിൻ്റെ മാസ് 5 gram ഇരിക്കട്ടെ. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് 1000 കോയിൻസ്? 1000 കോയിൻസിൻ്റെ മാസ് എത്രയായിരിക്കും? 5 into 1000. ഇനി ഇഫ് ദ മാസ് ഓഫ് കോയിൻ ബാഗ് ഈസ് 50,000 gram, ഒരു ബാഗിൽ 50,000 gram മാസ് ഉണ്ട്. കോയിൻസിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 50,000ആണ്. 50,000 എങ്കിൽ ഹൗ മെനി കോയിൻസ് വിൽ ബി ദെയർ? അതിൽ എത്ര കോയിൻസ് ഉണ്ടെന്ന് നമ്മളങ്ങനെ കണക്കാക്കും? അത് 1 gram കോയിൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. 50,000 ഡിവൈഡഡ് ബൈ 5 gram. അപ്പോൾ അതുപോലെ ലൈക്ക് ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് കോയിൻസ് ഓൺ ദ ബേസിസ് ഓഫ് മാസ്. അപ്പോൾ മാസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ കോയിൻസിൻ്റെ എണ്ണം കണക്കാക്കാൻ കഴിയും.
Is there any relation between mass and the number if the particles are same mass? അപ്പോൾ ഈ പാർട്ടിക്കിൾസിനെല്ലാം ഒരേ മാസ് ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആറ്റംസിൻ്റെ എണ്ണമാണ് അല്ലെങ്കിൽ അതിൻ്റെ മാസ്സാണ്. ആറ്റംസിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് ഒരു എലമെൻറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ സ്വഭാവമുള്ള ആറ്റങ്ങളുണ്ടാണ്. അതായത് ആർ പ്യൂർ സബ്സ്റ്റൻസ്. എലമെൻറ്റ്സ് ആർ പ്യൂർ സബ്സ്റ്റൻസ്. എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആർ പ്യൂർ സബ്സ്റ്റൻസ്. അതായത് എലമെൻറ്റ്സ് ആർ ദ സബ്സ്റ്റൻസ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റംസ്. അതായത് ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഒരേ സ്വഭാവമുള്ളതായിരിക്കും, ഒരേ മാസും ഒരേ പ്രോപ്പർട്ടി ഒക്കെ കാണിക്കുന്നതായിരിക്കും എന്ന് നമ്മൾ ആറ്റോമിക് തിയറിയിൽ പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് കൗണ്ട് ചെയ്യാൻ, അതിൻ്റെ ആറ്റങ്ങളുടെ എണ്ണം കൗണ്ട് ചെയ്യാൻ ഈസി ആയിരിക്കുമല്ലോ മുകളിൽ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച്. ഇഫ് ദ പാർട്ടിക്കിൾസ് ഹാവിങ് ദ സെയിം സൈസ് ആൻഡ് മാസ് ഈവൻ ദോ ദേ ആർ in crores, we can determine their accurate number on the basis of mass. ഒരു പാർട്ടിക്കിൾസിനെല്ലാം ഒരേ സൈസും മാസും ആണെങ്കിൽ എത്ര കോടി ഉണ്ടെങ്കിലും നമുക്ക് അതിനെ ആക്യുറേറ്റ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് നമ്മളങ്ങോട്ട് താഴോട്ട് പഠിക്കുമ്പോഴത് മനസ്സിലാവും എങ്ങനെയാണ് നമ്പർ ഓൺ ദി ബേസിസ് ഓഫ് മാസ്, മാസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ കൗണ്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ആറ്റങ്ങളുടെ മാസ് മുമ്പ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആരെങ്ങനെയാണ് ആറ്റങ്ങളുടെ മാസ് കണക്കാക്കുന്നത്? വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസാണ് ആറ്റങ്ങൾ, പക്ഷേ അതിന് ടു ഹാവ് എ ഡെഫിനിറ്റ് മാസ്. എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് ഒരു എലമെൻറ്റിലെ ആറ്റത്തിൻ്റെ മാസിനെ മറ്റൊരു എലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ മാസുമായി കമ്പയർ ചെയ്യും, താരതമ്യം ചെയ്താണ് നമ്മൾ ആറ്റങ്ങളുടെ മാസ് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിരിക്കുന്നത്. അതിന് റിലേറ്റീവ് അറ്റോമിക് മാസ്, ആപേക്ഷിക അറ്റോമിക ഭാരം എന്ന് പറയും. ആപേക്ഷിക അറ്റോമിക ഭാരം, റിലേറ്റീവ് അറ്റോമിക് മാസ്. എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ്? അതായത് എലമെൻറ്റ് ഹൈഡ്രജന് ഒരു ഡെഫിനറ്റ് മാസ് ഉണ്ട്. ഒന്നാണ് ഹൈഡ്രജൻ്റെ മാസ്. ഹീലിയത്തിനും ഒരു മാസമുണ്ട്. ഹീലിയത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 4 ഒരു സോഡിയം ആറ്റം, അതിനും ഒരു ഡെഫിനറ്റ് മാസ് ഉണ്ട് 23. നമ്മൾ അറ്റോമിക് നമ്പറിൻ്റെ കാര്യം പഠിച്ചു. അതായത് അതിലുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് ഒരു എലമെൻറ്റിലെ അറ്റോമിക നമ്പർ. അതുപോലെ തന്നെ ആറ്റത്തിലെ മാസ് എന്ന് പറയുന്നത് അതിൽ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കൂടി ആകെ തുകയാണ് അതിൻ്റെ മാസ്. അപ്പോൾ ഓരോ എലമെൻറ്റിനും ഒരു ഫിക്സഡ് മാസ് ഉണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാസെല്ലാം നമ്മൾ നന്നായിട്ടത് മനസ്സിലാക്കി വെക്കണം. ഇതിൽ ആ പ്രോബ്ലമൊക്കെ ചെയ്യാൻ അത് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ദ നമ്പേഴ്സ് ഗിവൺ എബോവ് ആർ ദ റിയൽ മാസ് ഓഫ് ആറ്റംസ്. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും സോഡിയത്തിൻ്റെയും മാസ് എന്ന് പറയുന്നത് അതിൻ്റെ റിയൽ മാസാണ്. വൺ മേ ബി ദ മെത്തേഡ് ഓഫ് സ്റ്റേറ്റിംഗ് ദ മാസ് ഓഫ് ആറ്റംസ്. എങ്ങനെയാണ് ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്നത്? ഏത് രീതിയിലാണ്? ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദ അറ്റോമിക് മാസ് ഓഫ് ഹീലിയം ഈസ് 4? അപ്പോൾ ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് 4 എന്നതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പം നമുക്ക് നോക്കൂ. It is possible to find out the accurate mass of minute particles through the modern techniques. For example, the mass of a hydrogen atom is 1.67 into 10 raised to minus 24 gram. But in practice it is stated in terms of relative mass. അതായത് ഹൈഡ്രജൻ്റെ ആക്യുറേറ്റ് മാസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1.67 ഇൻറ്റു 10 raised to minus 24 gram. പക്ഷേ നമ്മൾ ആക്യുറേറ്റ് മാസ്സായിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാനൊക്കെ എടുക്കുന്നത് ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 1 ആയിട്ടാണ്. ഇൻ ദിസ് മെത്തേഡ് ദ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കമ്പയർഡ് ടു ദ മാസ് ഓഫ് അനദർ ആറ്റം and expresses number which shows how many times it is heavier than that of other atoms. നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? അതായത് ഒരു എലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ മാസ് ഒരു ബേസിക് യൂണിറ്റ് ആയിട്ട് എടുത്തിട്ടാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അത് പണ്ട് കാലത്ത് ഹൈഡ്രജൻ ആറ്റമാണ് ഒരു ബേസിക് യൂണിറ്റ് ആയിട്ട് എടുത്തിരുന്നത്. എന്നാൽ ചില സയൻറ്റിഫിക് പ്രോബ്ലം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കാർബൺ 12 ആറ്റത്തിനെയാണ് ഒരു അടിസ്ഥാന യൂണിറ്റായിട്ട് ബേസിക് യൂണിറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് ദ അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റ്സ് ആർ എക്സ്പ്രസ്ഡ് ബൈ കൺസിഡറിങ് 1/12 മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് കാർബൺ 12 as 1 യൂണിറ്റ്. അതായത്
കാർബൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആറ്റോമിക് നമ്പർ 6, അതിന് 6ആണ്. അതിൻ്റെ മാസം എന്ന് പറയുന്നത് 12. അപ്പോൾ കാർബണിന് തന്നെ ഐസോടോപ്സ് ഉണ്ട്. കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. ഇവിടെ കാർബൺ 12 ആണ് കോമൺ കാർബൺ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കാണുന്ന കാർബൺ എന്ന് പറയുന്നത് കാർബൺ 12 ആറ്റം. അപ്പോൾ ഈ കാർബൺ 12 ആറ്റത്തിൻ്റെ 12 ഭാഗം ഒരു ബേസിക് യൂണിറ്റായിട്ട് എടുത്താണ് മറ്റ് ആറ്റങ്ങളുടെ മാസ് കണക്കാക്കുന്നത്. ഇതിന് യൂണിഫൈഡ് മാസാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റ്സ് ആർ എക്സ്പ്രസ്ഡ് ബൈ കൺസിഡറിങ് 1/12 mass of any atom of carbon 12 as 1 unit. This is a unified mass. അപ്പോൾ U എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്, 1U. അപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് 1U എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മാസ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ, അതായത് ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 ഭാഗം ഒരു ബേസിക് യൂണിറ്റായിട്ട് എടുത്താണ് ഹൈഡ്രജൻ്റെ മാസ് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് ആ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് യൂണിഫൈഡ് മാസ് എന്ന് പറയുന്നത്. When average atomic mass of elements are calculated taking into the account of different isotopes of elements, the atomic mass of elements may have fractional values. However, for practical purposes and calculations, most of these values are taken as whole numbers. അപ്പോൾ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്രാക്ഷണൽ വാല്യൂസ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അത് പിന്നെ ദശാംശ സംഖ്യകളോ ഭിന്നസംഖ്യകളോ അതൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളതൊരു ഹോൾ നമ്പറായിട്ട് എടുക്കണം, ഒരു പൂർണ്ണ സംഖ്യയായിട്ട് എടുത്ത് വേണം നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ആക്യുറേറ്റ് അല്ല. ആക്യുറേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടു, ഹൈഡ്രജൻ്റെ തന്നെ 1.67 × 10⁻24 ആണ്. അതിനെ നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ ഓരോ എലമെൻറ്റിനെയും ഇങ്ങനെയുള്ള ഫിഗേഴ്സാണ് വരുന്നതെങ്കിലും നമ്മളൊരു ഹോൾ നമ്പർ പ്രോബ്ലമൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഹോൾ നമ്പർ എടുക്കും. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനുള്ളത് ഇതാണ്. നമ്മൾ എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ്, അതായത് ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 പാർട്ട് യൂണിഫൈഡ് മാസ് ആയി കണക്കാക്കിക്കൊണ്ടാണ് മറ്റ് ആറ്റങ്ങളുടെ മാസ് കണക്കാക്കുന്നത്. ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ കൺസിഡറിങ് ദ മാസ് ഓഫ് കാർബൺ, ദ 1/12 മാസ് ഓഫ് കാർബൺ 12 as 1 യൂണിറ്റ്. അതാണ് അവിടെ പ്രധാനമായിട്ട് ആ പോയിൻ്റാണ് ഇവിടെ നോട്ട് ചെയ്യാനുള്ള. ബാക്കി വേറെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. അതാണ് അത് ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ഹോൾ നമ്പറായിട്ട് എടുക്കും. ഫ്രാക്ഷണൽ ഫിഗേഴ്സായിട്ട് വന്നാലും നമ്മൾ ഹോൾ നമ്പറായിട്ടാണ് എടുക്കുന്നത് എന്നാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ താഴോട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്പർ ഓഫ് ആറ്റംസ് കണക്കാക്കുന്നത്. നോക്കാം. ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. See the chemical equation given for the reaction of burning of carbon in oxygen to form carbon dioxide. കാർബൺ എയറിൽ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് കാർബൺ ഡയോക്സൈഡ്. അതായത് കാർബൺ വായുവിൽ കത്തുമ്പോൾ, വായുവിൽ കത്തുക എന്ന് പറഞ്ഞാൽ വായുവിലെ ഓക്സിജനുമായി സംയോജിക്കുക. അപ്പോൾ C+O2 gives CO2. നമുക്കെല്ലാം അറിയാവുന്ന കോമൺ ഇക്വേഷനാണ്. ഇവിടെ നോക്കൂ, ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ വിത്ത് 1 കാർബൺ ആറ്റം. ഇവിടെ സി വേറെ സി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളെങ്കിൽ എത്ര കാർബൺ ആറ്റം? 1 കാർബൺ ആറ്റമാണ്. 1C എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സി ഒരു കാർബൺ ആറ്റം എത്ര ഓക്സിജൻ ആറ്റവുമായിട്ടാണ് ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്? 2 ഓക്സിജൻ ആറ്റമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് കമ്പൈൻസ് വിത്ത് 1 കാർബൺ ആറ്റം? 2. ഹൗ മെനി ഓക്സിജൻ ആറ്റം കമ്പൈൻസ് വിത്ത് 1000 കാർബൺ ആറ്റം? അപ്പോൾ ഇവിടെ 1 കാർബൺ ആറ്റം സംയോജിക്കുക 2 ഓക്സിജൻ ആറ്റം വേണം. അങ്ങനെയാണെങ്കിൽ 1000 കാർബൺ ആറ്റം എത്ര ഓക്സിജൻ ആറ്റവുമായി കമ്പൈൻ ചെയ്യേണ്ടി വരും? ഇതാണ് അതിൻ്റെ ഡബിൾ, 2000 ഓക്സിജൻ ആറ്റമായിട്ട് സംയോജിക്കേണ്ടി വരും. 1:2 എന്ന പ്രൊപ്പോർഷനാണ് ഇവിടെ. Likewise, new substances are formed by the combination of crores of atoms. ഇങ്ങനെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് ധാരാളം മൈന്യൂട്ട് ആറ്റങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നത്. ഇഫ് സോ, ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ആക്യുറേറ്റ് നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് നമ്പർ, ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ കറക്റ്റ് നമ്പർ എത്ര എണ്ണം ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? If the particles of the same mass, it is possible to find the number of particles. On the basis of the mass of carbon and oxygen, the numbers of atoms are scientifically found out and are given in the table. അപ്പോൾ ഈ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസുകൾ അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ആറ്റംസ് കണ്ടുപിടിച്ച് സയൻറ്റിഫിക്കായിട്ട് കണ്ടുപിടിച്ച് അത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് എലമെൻറ്റ് കാർബൺ അറിയാം. അതിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ഗ്രാമാണ്. ഇനി ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്
16 ഗ്രാമാണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഓക്സിജൻ്റെ മാസ് 16 ഗ്രാം, ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 ഗ്രാം. അങ്ങനെയാണെങ്കിൽ അവയിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് ഒരു ഫിക്സഡ് നമ്പറാണ്. 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റംസ്. അതുപോലെ ഒരു ഓക്സിജൻ ആറ്റം, അതിന് മാസ് വേരിയേഷൻ വരാം, അതിൽ അടങ്ങിയിരിക്കുന്ന ആ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റംസ്. ഇതിന് അവഗാഡ്രോ നമ്പർ എന്ന് പറയും. അതായത് മൈന്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കണക്കാക്കുന്നതിന് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു നമ്പറാണ് 6.022 ഇൻറ്റു 10⁻23. ഈ ഫിഗർ എല്ലാവരും പഠിച്ചിരിക്കണം. ഇത് ഒരുപാട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും താഴോട്ട് പോകുമ്പോഴേക്കും. അപ്പോൾ ഏത് ഒരു ആറ്റം എടുത്താലും, അതായത് അതിൻ്റെ ഒരു അറ്റോമിക് മാസ് എന്ന് പറയും, ഒരു അറ്റോമിക് മാസിന് തുല്യം ഏത് എലമെൻ്റ് എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പറിന് ഈക്വലായിരിക്കും. ആ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻23. ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ 12 ഗ്രാം കാർബൺ? അപ്പോൾ 12 ഗ്രാം കാർബണിൽ എത്ര ആറ്റംസ് അടങ്ങിയിട്ടുണ്ട്? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 6.022 ഇൻറ്റു 10⁻23. A carbon atom combines with 2 oxygen atoms. If so, how many oxygen atoms are needed for combining with the 6.022 into 10⁻23 carbon atoms? അതായത് ഒരു കാർബൺ ആറ്റം അവിടെ കമ്പൈൻ ചെയ്തിരിക്കുന്ന 2 ഓക്സിജൻ ആറ്റവുമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ how many oxygen atoms are needed for combining with the 6.022 into 10⁻23 carbon atom? അപ്പോൾ 6.022 into 10⁻23 കാർബൺ ആറ്റംസ് ആയിട്ട് കമ്പൈൻ ചെയ്യാൻ എത്ര ഓക്സിജൻ ആറ്റം വേണമെന്നാണ് പറയുന്നത്. എത്ര ഓക്സിജൻ ആറ്റം വേണം? അതായത് ഒരു കാർബൺ ആറ്റത്തിന് 2 ഓക്സിജൻ ആറ്റം. അപ്പോൾ 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റംസ്. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് ദീസ് ആറ്റംസ്? ഇവിടെയൊക്കെ മാസ് എത്രയാണ്? ഓരോന്നിൻ്റെയും മാസ്, അതായത് ഈ മാസ് ഇവിടെ ഒരു ഫിക്സഡ് മാസ് കൊടുത്തിട്ടുണ്ട്. കാർബണിൻ്റെ 12 ഗ്രാം, ഓക്സിജൻ്റെ 16 ഗ്രാം. Likewise, based on the mass, the number of particles taking part in a chemical reaction can be calculated. അപ്പോൾ ഇങ്ങനെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അടിസ്ഥാനത്തിൽ നമുക്ക് അതിൻ്റെ മാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻസ് ഒക്കെയാണ് നമ്മളിനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇപ്പം അറ്റോമിക് മാസ്, ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചു. ഒരു എലമെൻ്റ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അതിലെ ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ആകെ ടോട്ടലാണ്. ഇനി ഈ അറ്റോമിക് മാസ് ഗ്രാമിൽ പ്രസ്താവിക്കുമ്പോൾ അതിന് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയും. അതിന് ചുരുക്കി GAM എന്നാണ് പറയുന്നത്, ഗ്രാം അറ്റോമിക് മാസ്. അത് അറ്റോമിക് മാസ് കാർബൺ 12 ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഈസ് 60. നമ്മൾ പറഞ്ഞാണ് ഈച്ച് എലമെൻ്റ് ഈസ് ടേക്കൺ വിത്ത് മാസ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ദെയർ അറ്റോമിക് മാസസ്. ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദം ആർ found to be equal. അതായത് ഓരോ എലമെൻറ്റും അറ്റോമിക് മാസ് ഗ്രാമിൽ എടുത്താൽ അതിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈച്ച് എലമെൻറ്റ് ഈസ് ടേക്കൺ വിത്ത് മാസ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ദെയർ അറ്റോമിക് മാസ്. അതായത് അതിൻ്റെ അറ്റോമിക് മാസിന് തുല്യം ഗ്രാം. ഇപ്പോൾ എല്ലാത്തിൻ്റെ അറ്റോമിക് മാസ് ഒരുപോലെയല്ല. കാർബണിന് 12 ആണെങ്കിൽ ഓക്സിജന് 60, അതുപോലെ നൈട്രജൻ എന്ന് പറഞ്ഞാൽ 40. അങ്ങനെ ഓരോ എലമെൻറ്റിനും ഡിഫറെൻ്റ് അറ്റോമിക് മാസസ് ആണ്. അപ്പോൾ ഏത് എലമെൻ്റ് ആകട്ടെ അതിൻ്റെ അറ്റോമിക് മാസിന് തുല്യം എടുത്താൽ അവയിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം ഈ ഫിഗറിന് തുല്യമായിരിക്കും. 6.022 ഇൻറ്റു 10⁻23 നമ്പേഴ്സിന് തുല്യമായിരിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ അവഗാഡ്രോ നമ്പറിന് തുല്യമായിരിക്കും. ഏത് എലമെൻറ്റും അതിൻ്റെ അറ്റോമിക് മാസിന് തുല്യം ഗ്രാം എടുത്താൽ അവയിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പറിന് ഈക്വലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, 12 ഗ്രാം കാർബൺ ഈസ് നോൺ ആസ് 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ. 12 ഗ്രാം കാർബണിനെ നമ്മൾ 1 ഗ്രാം ഒരു GAM കാർബൺ എന്ന് ചോദിച്ചാൽ എത്ര ഗ്രാം? GAM എന്ന് പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്. 1 GAM കാർബൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഗ്രാം എന്ന് വെച്ചാൽ അതിൻ്റെ അറ്റോമിക് മാസാണ് നമ്മൾ എഴുതാനുള്ളത്, 12 ഗ്രാം. Likewise, 16 grams of oxygen is called 1 gram atomic mass of oxygen. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ്റെ 1 GAM എത്രയാണ്? 16 ഗ്രാം. 16 ഗ്രാം ഓക്സിജൻ ഈസ് ഡാഷ് GAM. എത്ര GAM? 1 GAMന് തുല്യം.
അതായത് ഓക്സിജൻ്റെ മാസിന് തുല്യമാണ് 1 GAM എന്ന് പറയുന്നത്. അതാണ് GAM എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് മാസ്. ദ മാസ്, അതായത് ഒരു എലമെൻറ്റിൻ്റെ മാസ് ഗ്രാമിന് എടുക്കുമ്പോൾ അതിന് തുല്യം, അതായത് അതിൻ്റെ അറ്റോമിക് മാസ് അതിന് തുല്യം പദാർത്ഥം ഗ്രാമിൽ പ്രസ്താവിക്കുമ്പോൾ അതിനെ പറയുന്നതാണ് 1 gram atomic mass or 1 GAM of the element. What do you mean by 1 GAM of the element? The mass of an element in grams which is equal to its atomic mass is called 1 GAM of the element. This may also be shortened as 1 GAM atom. അതിന് നമുക്ക് ഷോർട്ടായിട്ട് 1 GAM എന്ന് എടുക്കാം. 1 GAM എന്ന് പറഞ്ഞാൽ 1 gram ആറ്റം. 1 GAM എന്ന് പറഞ്ഞാൽ ഓരോ മൂലകത്തിൻ്റെയും ഓരോ എലമെൻറ്റിൻ്റെയും അറ്റോമിക് മാസ് എത്രയാണോ അത്രയാണ് അത് 1 GAM എന്ന് പറയുന്നത്. മുമ്പ് അത് യുയിലായിരുന്നു, അത് ഗ്രാമിലോട്ടാക്കിയപ്പോഴാണ് അത് ഗ്രാം അറ്റോമിക് മാസ് എന്ന GAM എന്ന് എഴുതേണ്ടി വന്നത്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യാനൊക്കെ ചോദിക്കും പരീക്ഷയ്ക്ക്. എന്താണ് GAM? അതായത് ഒരു മൂലകത്തിൻ്റെ അറ്റോമിക മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുന്നതാണ് അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ്. ഇംഗ്ലീഷിൽ ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാംസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് atomic mass is called 1 gram atomic mass or 1 GAM of the element. അതാ കുറേ എലമെൻറ്റുകളുടെ അറ്റോമിക് മാസുകൾ ഇവിടെ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. നോക്കൂ, കാർബണിൻ്റെ അറ്റോമിക് മാസ് 12. അത് ഗ്രാമിൽ പറയുമ്പോൾ 12 gram. അപ്പോൾ എത്രയൊക്കെ തുല്യമാണ്, എത്ര GAM-ന് തുല്യമാണ് ഈ 12 gram കാർബൺ എന്ന് പറയുന്നത് 1 GAM-ന് തുല്യമാണ്. അപ്പോൾ അത് ഒരു ആറ്റം ആയതുകൊണ്ട് നമ്മളതിനെ 6.022 × 10⁻23 ആറ്റംസ് എന്ന് പറയുന്നത്. അതിൻ്റെ നമ്പർ ആറ്റം എന്ന നമ്പർ, അത് ആറ്റം എന്ന് എഴുതി വേണം പറയാൻ. അതായത് ഇനി മോളിക്യൂൾസിന് അത് വേറെ മാറ്റം വരും. അപ്പോൾ ഇത് ഒരു ആറ്റം, ഒരു എലമെൻ്റ് ആകുമ്പോൾ അതിൽ ഒരു ആറ്റത്തിന് നമ്മൾ 6.022 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് എന്ന് തന്നെ അവിടെ എഴുതി കാണിക്കണം. അതിൽ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. അതിൻ്റെ GAM ഗ്രാമിൽ പറയുമ്പോൾ 16 gram. അത് എത്ര GAM-ന് തുല്യമാണ്? 1 GAM. 1 GAM-ന് തുല്യമാണ്. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് ദറ്റ് ഈസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പറിന് തുല്യം 6.022 × 10⁻23. അതുപോലെ നൈട്രജന് എൻ്റെ മാസ് 14 ആണ്. അപ്പോൾ അതിൻ്റെ മാസ് ഇൻ ഗ്രാംസ് 14 gram. എത്ര GAM ആണ്? അതും 1 GAM. ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 1 GAM ഈസ് ഈക്വൽ ടു എത്ര നമ്പർ ഓഫ് ആറ്റംസ്? 6.022 × 10⁻23 ആറ്റംസ്. ഇനി ക്ലോറിൻ്റെ മാസ് എന്ന് പറയുന്നത്, എൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്, എൻ്റെ മാസ് എന്ന് പറയുന്നത് 35.5. അപ്പോൾ അതിൻ്റെ മാസ് ഇൻ ഗ്രാംസ് എത്രയാണ്? 35.5 grams. അതിൻ്റെ എത്ര GAM-ന് തുല്യമാണ്? ഒരു ക്ലോറിൻ 35.5 gram എന്ന് പറയുന്നത് എത്ര GAM-ന് തുല്യമാണ്? 1 GAM. അതിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 6.022 × 10⁻23. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോന്നാണ്? ഡിഫറെൻറ്റ് എലമെൻറ്റിന് ഡിഫറെൻറ്റ് മാസ്സാണ്. എത്ര മാസം ആയിക്കോട്ടെ, ആ മാസം എന്ന് പറയുന്നത് 1 GAM-ന് തുല്യമാണ്. അതായത് ഒരു കാർബൺ ആറ്റം, ഒരു ഓക്സിജൻ ആറ്റം എടുത്താലും ഒരു നൈട്രജൻ ആറ്റം എടുത്താലും അതിൻ്റെ മാസ് ഡിഫറൻ്റ് ആണ്, പക്ഷെ അവയെല്ലാം 1 GAM ആണ്. അവയിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണെന്ന് അത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സങ്കല്പനമാണ് ഇതെല്ലാം. അതാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് അങ്ങനെ അവിടെ കണക്കാക്കി എഴുതി വെച്ചേക്കാണ്. 6.022 × 10⁻23 ആറ്റംസിന് തുല്യമാണ്. ഇവയിലെല്ലാം മാസ് ഡിഫറൻ്റ് ആയാലും 1 GAM ആണെങ്കിൽ അവയിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം ഈക്വലായിരിക്കും, തുല്യമായിരിക്കുന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരുപാട് ആറ്റങ്ങളുണ്ട് മാസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹീലിയം, ഇനി സോഡിയം 23, മെഗ്നീഷ്യം 24. അതായത് ഏകദേശം അറ്റോമിക് നമ്പറിൻ്റെ ഡബിളായിരിക്കും മിക്കതിൻ്റെയും മാസ്, അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ചിലതിൽ വ്യത്യാസം വരുന്നത്. ക്ലോറിൻ 17 ആണ്, എന്നാൽ 34 അല്ല അതിൻ്റെ അറ്റോമിക് മാസ്, 35.5. അപ്പം അത് ഐസോടോപ്സുകളുള്ളതുകൊണ്ട് അവയുടെ ആവറേജ് എടുക്കുമ്പോൾ വരുന്ന വ്യത്യാസമാണ്. അത് നേരത്തെ മുകളിൽ പറഞ്ഞതാണ്. ആവറേജ് എടുക്കുമ്പോൾ വരുന്ന വ്യത്യാസമാണ് 35.5. ഇനി 1 GAM കാർബൺ ഈസ് 12 gram. ഒരു GAM കാർബൺ, പിന്നെ ആർക്കും അത് ചോദിച്ചാൽ അറിയാമല്ലോ. 1 GAM കാർബൺ ഈസ് ഈക്വൽ ടു ഡാഷ് gram. എത്ര ഗ്രാമാണ്? 12 gram. 1 GAM ഓക്സിജൻ ഈസ് ഈക്വൽ ടു 16 gram. 1 GAM നൈട്രജൻ ഈസ് ഈക്വൽ ടു 14 gram. 1 GAM ക്ലോറിൻ ഈസ് ഈക്വൽ ടു 35.5 gram. അതിൻ്റെ അറ്റോമിക് മാസ് പഠിച്ച് വെച്ചിരുന്നാൽ മതി. 1 GAM എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസിന് തുല്യമാണ്.
We can also see that the number of atoms present in it is 6.022 into 10 raised to 23. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി അറ്റോമിക് മാസ് ഇത്ര ആയിക്കോട്ടെ, പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 6.022 into 10 raised to 23 എന്ന ഫിഗറിന് തുല്യമാണ്. When we take 1 GM of any other element, the number of atoms will be equal. 1 GM ഈ എലമെൻറ്റുകളല്ലാതെ ഏത് എലമെൻ്റ് എടുത്താലും അവയിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇനി 1 gram atomic mass of any element contains 6.022 into 10 raised to 23 atoms. This number is known as Avogadro number. This is indicated by NA. നമുക്ക് ചോദിക്കും വാട്ട് യു മീൻ ബൈ അവഗാഡ്രോ നമ്പർ? ആ ഫിഗർ എഴുതിയാൽ മതി, നമുക്ക് 1 മാർക്ക് കിട്ടും. എന്താണ് ആ അവഗാഡ്രോ നമ്പറിൻ്റെ വാല്യൂ? 6.022 into 10 raised to 23. 1 gram atomic mass of any element contains. ഒരു GM ഏത് മൂലകം എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളെന്ന് പറയുന്നത് 6.022 into 10 raised to 23 ആയിരിക്കും. ഈ നമ്പറിനെയാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അവഗാഡ്രോ നമ്പർ എന്നാൽ എന്തെന്ന ക്വസ്റ്റിൻ്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. അതായത് 1 gram അറ്റോമിക് മാസ് ഏത് മൂലകം എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 into 10 raised to 23, 6.022 into 10 raised to 23 ആറ്റങ്ങളായിരിക്കും. ഈ നമ്പറിനെയാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് NA, അതായത് ക്യാപിറ്റൽ ലെറ്റർ എന്നും അതിൻ്റെ താഴെയായിട്ട് ക്യാപിറ്റൽ ലെറ്റർ NA എന്ന് ഷോർട്ട് ഫോമിൽ എഴുതാം. അപ്പോൾ NA ആറ്റംസ് ഈ 6.022 into 10 raised to 23ക്ക് പകരം നമുക്ക് NA ആറ്റംസ് എന്ന് സൂചിപ്പിക്കാം. NA ആറ്റംസ് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പറാണ്. അത് മനസ്സിലായല്ലോ. 1 gram atomic mass of any element contains 6.022 into 10 raised to 23 atoms. This number is known as Avogadro number. This is indicated by NA, capital letter N and താഴെ capital letter A എഴുതിയാൽ അത് മനസ്സിലാക്കുന്നത് അവഗാഡ്രോ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് നോക്കൂ. 1 GM സോഡിയം, ഒരു സോഡിയം ആറ്റത്തിൻ്റെ മാസ്, അതായത് അതിൻ്റെ മാസ്, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 11 അപ്പോൾ അതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 23 ഗ്രാമാണ്. 23. അപ്പോൾ ഈ മാസുകളെല്ലാം എല്ലാവരും നന്നായിട്ട് കാണാതെ പഠിച്ചു വെച്ചേക്കണം. കാരണം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാസ് ഒന്നും തന്നേക്കില്ല. അപ്പോൾ നമുക്ക് ഈ മാസ് അറിയാമെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അറ്റോമിക് നമ്പർ 20 വരെ പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ. നമ്മൾ അതുപോലെ അറ്റോമിക് നമ്പർ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അത്രയും 20 വരെ പഠിച്ചില്ലെങ്കിലും കുറേ എലമെൻറ്റിൻ്റെ എങ്കിലും മാസ് നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നിട്ടുള്ള എലമെൻറ്റുകളുടെയെങ്കിലും മാസ് പഠിച്ചു വയ്ക്കണം. 1 GM സോഡിയം മീൻസ് 23 gram സോഡിയം, 23 gram സോഡിയം. അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 into 10 raised to 23 atoms ആണ്. അങ്ങനെയാണെങ്കിൽ how many GM will be there in 46 gram സോഡിയം? 46 gram സോഡിയത്തിൽ എത്ര GMകളുണ്ട്? അപ്പോൾ 23 gram സോഡിയം എന്ന് പറഞ്ഞാൽ 1 GM. അങ്ങനെയെങ്കിൽ 46 gram സോഡിയം എത്ര GM ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ആ 46നെ ആ സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഭാഗിച്ചാൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. വാട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് ആറ്റംസ്? ഇനി എങ്ങനെയാണ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നത്? ആദ്യം നമ്മൾ അതിൽ ഇത്ര GM ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യം തന്നിരിക്കുന്ന മാസ് എടുത്ത് എഴുതുക. ദ ഗിവൺ മാസ് ഓഫ് സോഡിയം 46 gram. ഇനി അടുത്തത് നമ്പർ ഓഫ് GMകളുടെ എണ്ണം. അതിനൊരു ഫോർമുല ഉണ്ട്. നമ്പർ ഓഫ് GM ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ GM ഓഫ് ദ എലമെൻറ്റ്. അത് എലമെൻറ്റിൻ്റെ തന്നിരിക്കുന്ന മാസിനെ ആ എലമെൻറ്റിൻ്റെ GM കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് നമ്പർ ഓഫ് GM കിട്ടും. അപ്പോൾ ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ GM ഓഫ് ദ ഏത് എലമെൻ്റ് ആയിക്കോട്ടെ. ഇവിടെ സോഡിയം, അത് കാർബണോ ക്ലോറിനോ നൈട്രജനോ കാൽസ്യോ ഏത് എലമെൻറ്റ് വന്നാലും ഗ്രീഷ്യോ ഏത് എലമെൻറ്റ് വന്നാലും അതിൻ്റെ നമ്പർ ഓഫ് GM കണ്ടുപിടിക്കുന്നതിന് ആ തന്നിരിക്കുന്ന മാസിനെ ആ എലമെൻറ്റ് ഏത് എലമെൻറ്റിൻ്റെ ആണോ GM കണ്ടുപിടിക്കുന്നത് ആ എലമെൻറ്റിൻ്റെ GM കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് GM കിട്ടും. GMകളുടെ എണ്ണം കിട്ടും. ആ ഫോർമുല പഠിച്ചു വെച്ചിരിക്കണം. നമ്പർ ഓഫ് GM ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ GM ഓഫ് ദ എലമെൻറ്റ്. തന്നിരിക്കുന്ന മാസ് ഭാഗം ആ മൂലകത്തിൻ്റെ ഗ്രാം അറ്റോമിക് മാസ്. അതാണ് ആ ഫോർമുല. അപ്പോൾ 46 gram സോഡിയത്തിൽ എത്ര GM ഉണ്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കും?
46 ഡിവൈഡഡ് ബൈ 23. 23 എന്തോന്നാണ്? ഒരു സോഡിയം ആറ്റത്തിൻ്റെ മാസ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2gm എന്ന ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിനടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു GAMലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? അവഗാഡ്രോ നമ്പറിന് തുല്യം. അത് 1gm ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അങ്ങനെയാണെങ്കിൽ 2 GAMലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരിക്കും? 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. If so, how many GM is present in 69 grams sodium? How many atoms are present in it? ഇനി വേറെ രീതിയിൽ ചോദിക്കുകയാണ് നിങ്ങളോട്. 69 ഗ്രാം സോഡിയത്തിൽ എത്ര GMകളുണ്ട്? അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്ര? അപ്പോൾ 69 ഗ്രാം എന്ന് മാത്രമേ അവിടെ ഒരു നമ്പറുള്ളൂ. ബാക്കി നിങ്ങളൊക്കെ അറിയണം, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ എലമെൻറ്റുകളുടെയും അറ്റോമിക് മാസ് എല്ലാവരും കാണാൻ പഠിച്ചു വയ്ക്കണമെന്ന് പറഞ്ഞത്. അതായത് സോഡിയത്തിൻ്റെ മാസ് 23. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യാനുള്ളത്. ഇപ്പോൾ തന്നിരിക്കുന്ന മാസ് ഇവിടെ എത്രയാണ്? ഗിവൺ മാസ് 69 ഗ്രാം. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി GAM, എത്ര GAMകളുണ്ട്? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത് നമ്പർ ഓഫ് GAM ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ GAM ഓഫ് സോഡിയം. ഗിവൺ മാസ് എന്ന് പറയുന്നത് 69. അപ്പോൾ 69 ഡിവൈഡഡ് ബൈ സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23. അപ്പോൾ എത്ര കിട്ടും? 69, 23, 3 അല്ലേ? അപ്പോൾ ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ് ഇറ്റ്? അപ്പം 3 GAM ആണ് ഇവിടെ കിട്ടിയെങ്കിൽ ഇത്ര ആറ്റംസ് അതിനുണ്ട്? 3 ഇൻറ്റു അവഗാഡ്രോ നമ്പർ, അതായത് 3 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ആണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് എലമെൻറ്റ് തന്നാലും അതിൻ്റെ മാസ് തന്നാലും നമുക്ക് അതിലടങ്ങിയിരിക്കുന്ന GMകളുടെ എണ്ണവും അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തത് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇവിടെ 2 സാമ്പിൾസ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദ സാമ്പിൾ. അത് നമ്മൾ ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെയാണ് തന്നേക്കുന്നത്. 42 ഗ്രാം നൈട്രജനും 80 ഗ്രാം ഓക്സിജനുമാണ്. അറ്റോമിക് മാസ് അവിടെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. പിന്നെ അത് കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല. അറ്റോമിക് മാസ് എന്നിൻ്റെ 14ആണ്, ഓക്സിജൻ്റെ 16ആണ്. അങ്ങനെയെങ്കിൽ 42 ഗ്രാം നൈട്രജനിൽ എത്ര GM ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ തന്നിരിക്കുന്ന മാസാണ് 42 ഗ്രാം എന്ന് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് GMകളുടെ എണ്ണം സമം 42/14. എത്രയാണോ ആ ആൻസറിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൽ ആറ്റങ്ങളുടെ എണ്ണം കിട്ടും. അതുപോലെ 80 ഗ്രാം ഓക്സിജൻ. 80 ഗ്രാം ഓക്സിജനിൽ എത്ര GM ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അത് തന്നിരിക്കുന്ന മാസാണ് 80. ഓക്സിജൻ്റെ ഗിവൺ മാസാണ് 80 ഗ്രാം. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ, അതാണ് ഫോർമുല. അപ്പോൾ അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഇവിടെ മുകളിൽ തന്നിട്ടുണ്ട് 16. 80 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ അതിന് ആൻസർ 5 എന്നാണെങ്കിൽ 5 ഗുണം അവഗാഡ്രോ നമ്പറിന് തുല്യ ആറ്റങ്ങൾ. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. എല്ലാവരും നോട്ട്ബുക്കിലോട്ട് ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരുന്നാൽ പോരാ, അത് ചെയ്ത് നോക്കണം, എങ്കിലേ മനസ്സിലാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ GAM കണ്ടുപിടിക്കാനായിട്ട് മനസ്സിലായാലും GAM എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്